എന്നോട് എന്ത് സംസാരിക്കാനുള്ള? നാഗദേവത പ്രത്യക്ഷപ്പെട്ടതും കുട്ടികളെ അനുഗ്രഹിച്ചതും സിത്താര കണ്ടില്ലേ? കണ്ടു. നവീനെയും നവീൻ താലി ചാർത്തിയ പെണ്ണിനെയും ഇനി ആർക്കും വേർപിരിക്കാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെട്ടില്ലേ? ബോധ്യപ്പെട്ടു. ഇപ്പോ ഈ നാഗത്തറയിൽ വന്നു നിന്ന് പ്രാർത്ഥിച്ച നവീനെയും അവന്റെ കൂടെയുള്ള പെൺകുട്ടിയെയുമാണ് നാഗദൈവങ്ങൾ അനുഗ്രഹിച്ചത്. അത് തന്നെയാണ് നാഗദൈവത്തിന്റെ തീരുമാനം. ഗാതമോളുടെ ഭാഗ്യം. കളരിക്കിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നാഗദൈവങ്ങളുടെ അനുഗ്രഹമാണല്ലോ പ്രധാനം. ഇപ്പൊ ഈ നാഗത്തറയിൽ നവീനോടൊപ്പം വന്നു നിന്നത് സിത്താരയുടെ മകൾ ഗാഥയാണോ? നന്ദഗോപാലിനെ പോലെ എനിക്കും സത്യം അറിയാം. നവീൻ താലി ചാർത്തിയത് ഗാഥയല്ല, കൃഷ്ണയാണ്. കളരിക്കൽ നടന്ന പൂജാ ചടങ്ങുകളിൽ ഇതുവരെ പങ്കെടുത്തിരുന്നതും കൃഷ്ണ തന്നെയാണ്. ഇപ്പോ ഈ നാഗത്തറയിൽ നവീനോടൊപ്പം നിന്നിരുന്നതും അനുഗ്രഹം ഏറ്റുവാങ്ങിയതും തങ്കത്തിന്റെ മകൾ കൃഷ്ണയാണ്. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് ഇത് പരസ്യമായി ഞാനും നന്ദനും വിളിച്ചു പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ സിത്താരയ്ക്ക്? കൃഷ്ണ ഒരു വാക്ക് മൂളാത്തതുകൊണ്ടാ. സമ്മതം എന്ന ഒരു വാക്ക് അവള് പറഞ്ഞാ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയിക്കും. സിത്താരെ, ദൈവങ്ങളുടെ തീരുമാനം മറികടക്കാൻ നമ്മൾ മനുഷ്യർക്കാവില്ല. സിത്താര കനിവ് കാട്ടണം. കൃഷ്ണയും നവീനും ഒന്നിച്ചു കഴിയാൻ സിത്താര സമ്മതിക്കണം.